വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് തർക്കം. മുഴുവൻ തൃണമൂൽ കോൺഗ്രസ് എംപിമാരും ലോക്സഭയിൽ എത്തില്ലെന്ന് TMC നേതാവ് സാഗരിക ഘോഷ് പറഞ്ഞതോടെയാണ് തർക്കം. എംപിമാർ എത്തിയില്ല എങ്കിൽ അത് BJPയെ സഹായിക്കുന്നതാകും എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ തർക്കത്തിന് കാരണം? അങ്ങനെ ഒരു നിലപാടിലേക്കൊക്കെ എന്തുകൊണ്ടാണ് TMC എത്തുന്നത്? ഗുഡ് മോർണിംഗ് ഹാഷ്മി പ്രവിത. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ സഖ്യം യോഗം ചേർന്നത്. പ്രധാനമായും വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. പക്ഷേ ഈ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രധാനമായും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാഗരിക ഘോഷായിരുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ സാഗരിക ഘോഷ് വ്യക്തമാക്കിയത് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില എംപിമാർക്ക് യോഗത്തിൽ ഇത്തരത്തിൽ പാർലമെന്റിൽ എത്താൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിമർശനം യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എംപിമാർ എത്താതിരുന്നാൽ അത് BJPയെ സഹായിക്കുന്ന പോലെയാകുമെന്നതാണ് രാഹുൽ ഗാന്ധി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ബില്ലിനെ ശക്തമായി എതിർക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും രാഹുൽ ഗാന്ധി യോഗത്തിൽ വ്യക്തമാക്കി. ഇതുകൂടാതെ തന്നെ മമതാ ബാനർജിയോട് സംസാരിക്കാൻ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയോട് ആവശ്യപ്പെട്ടുവെന്നുകൂടി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധി തൃണമൂൽ കോൺഗ്രസിനടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് എത്തിയിരുന്നു. മുൻപ് നടന്ന ഇന്ത്യ സഖ്യ യോഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലും അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയ ഭേദഗതി ബില്ല് അടക്കം ചർച്ച ചെയ്യാൻ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് എത്തിയിരുന്നു. പക്ഷേ ഇന്ന് നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ എല്ലാ എംപിമാർക്കും എത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചതോടുകൂടിയാണ് ചില തർക്കങ്ങൾ ഉണ്ടായത്. നേരത്തെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായി 3 ദിവസവും പാർലമെന്റിൽ ഉണ്ടാകണം എന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. കാരണം ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കണമെങ്കിൽ 3-2 ഭൂരിപക്ഷം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എതിർത്താൽ ഇത് ഒരിക്കലും പാസ്സാക്കില്ല. അതുകൊണ്ട് തന്നെ എംപിമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നതാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സാഗരിക ഘോഷ് ഈ വിഷയം നേതൃത്വവുമായി സംസാരിക്കാമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില തൃണമൂൽ കോൺഗ്രസ് എംപിമാർ ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ കൂടി എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി പ്രവിത. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.